തീർച്ചയായും വ്യാഴാഴ്ചയാണ് മോഹൻലാലിന്റെ FB പോസ്റ്റ് പൃഥ്വിരാജും പങ്കുവെച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനപ്പുറം പൃഥ്വിരാജ് നേരിട്ട് വിശദീകരണം നൽകിയിട്ടില്ല എന്നതാണ്. എന്തായാലും പൃഥ്വിരാജ് കൂടി ഈ മോഹൻലാലിന്റെ FB പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ടീമിന്റെ തീരുമാനം എന്നതായിരിക്കാം ഒരു പക്ഷേ പൃഥ്വിരാജ് അതിലൂടെ ഉദ്ദേശിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും വിവാദങ്ങളിൽ നിന്നും തൽക്കാലം പിന്നോട്ട് പോവാൻ എമ്പുരാൻ ടീം ശ്രമിക്കുന്നു, ഖേദപ്രകടനം നടത്തുന്നു എന്നതാണ് പശ്ചാത്തലം. പക്ഷേ ഈ ഖേദപ്രകടനം റീ എഡിറ്റിൽ അതിന്റെ ഉള്ളടക്കത്തിൽ എത്ര കണ്ട് മാറ്റം വരുത്തി എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതും ഒരു ജിജ്ഞാസയും ഉണ്ടാക്കുകയാണ്. അങ്ങനെയെങ്കിൽ തിയേറ്ററിൽ വീണ്ടും എത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയായി അത് മാറുകയുമാണ്. സജിത്ത്, ഇപ്പോൾ പൃഥ്വിരാജ് കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത സാഹചര്യത്തിൽ പൃഥ്വിരാജ് പ്രത്യേകമായി ഈ വിഷയത്തിൽ മറ്റൊന്നും പറയേണ്ട ഒരു സാഹചര്യം കൂടി ഇല്ല എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ മോഹൻലാൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് തന്റെ നിലപാട്. മറ്റൊന്നും തനിക്ക് പ്രത്യേകമായി കൂട്ടിച്ചേർക്കാനില്ല എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കേണ്ടേ? തീർച്ചയായും അത് ആര്യ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ മോഹൻലാൽ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന സൂചന കൂടി പൃഥ്വിരാജിന്റെ ആ നീക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആര്യ സൂചിപ്പിച്ച കറക്റ്റാണ്, അങ്ങനെ തന്നെയാണ് അതിനെ കാണാൻ കഴിയുക. കാരണം മോഹൻലാലിന്റെ പോസ്റ്റ് അതേപടി പങ്കുവെക്കുന്നതിലൂടെ അതിനപ്പുറം ഞാൻ ഇനി ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന സൂചന കൂടി പൃഥ്വിരാജ് പറയുന്നുണ്ട്. പൃഥ്വിരാജാണല്ലോ ഏറ്റവും അധികം ആരോപണ വിധേയൻ. മാത്രമല്ല, ഒരു സിനിമ വിവാദത്തിൽപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്യേണ്ട വ്യക്തി സംവിധായകനുമാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് പൃഥ്വിരാജ് തയ്യാറാവുന്നില്ല എന്നുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് വീഴ്ച മോഹൻലാലിനപ്പുറം അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഏറ്റെടുക്കുന്നതിനപ്പുറം ഇക്കാര്യത്തിൽ താൻ പ്രതികരിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ, ഒരു പ്രതീതി പൃഥ്വിരാജ് മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അതാവണം അദ്ദേഹത്തിന്റെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് നമുക്ക് കരുതേണ്ടത്. ഇതിനിടയിൽ ഒരു പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. മോഹൻലാൽ മാപ്പ് പറഞ്ഞതിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. അതുതന്നെയാണല്ലോ വേണ്ടത്, തെറ്റു ചെയ്തവൻ മാപ്പ് പറയണം, അതാണല്ലോ ഭാരതീയ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് മന്ത്രി ജോർജ് കുര്യൻ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ്. പൊതുവിൽ ഈ മോഹൻലാലിന്റെ മാപ്പ് പറച്ചിൽ, ഖേദപ്രകടനം അത് പൊതുവിൽ വിമർശകർ സ്വീകരിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ആ വാക്കുകളിൽ ഉള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ വിവാദങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിച്ച് ഈ സിനിമ മുന്നോട്ട് പോകുമോ? ഇതിന്റെ പ്രദർശനത്തിൽ ഇനി ആരൊക്കെ പങ്കാളികളാകും? അല്ലെങ്കിൽ പൂർണ്ണമായും ഇതിന്റെ വിവാദം ഇല്ലാതാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ആകാംക്ഷ ഉയർന്ന കാര്യം ആര്യോ മറ്റൊന്നാണ്, റീ എഡിറ്റിൽ ഏതൊക്കെ ഭാഗം ഒഴിവാക്കുമെന്ന ചോദ്യമാണ്. ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത തിയേറ്ററുകളിലെ ആളുകൾ എത്തുന്നതിന് ഒരു കാരണമാക്കാൻ ഒരുപക്ഷെ ഈ റീ എഡിറ്റ് എന്ന തീരുമാനം കൂടി ഇടവെക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. കാരണം ആദ്യ സിനിമ കണ്ടവർക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്നറിയാനുള്ള ആകാംക്ഷ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും റീ എഡിറ്റ് ചെയ്ത് ചിത്രം പുറത്തിറക്കുന്നതിനപ്പുറം ഔദ്യോഗികമായി എമ്പുരാൻ ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു ഖേദ പ്രകടനം വന്നിരിക്കുകയാണ്. അത് മോഹൻലാൽ തന്നെ നടത്തിയിരിക്കുന്നു. ആ പോസ്റ്റ് റീഷെയർ ചെയ്തുകൊണ്ട് ആ വാക്കുകൾ, ആ ഖേദപ്രകടനം ഏറ്റെടുക്കുകയാണ് പൃഥ്വിരാജും എന്നുള്ളതാണ്. എന്തായാലും ഈ ഖേദപ്രകടനം വന്നതിന് പിന്നാലെ തന്നെ വിമർശകർ അതിനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന കാഴ്ചയും കാണുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണമാണ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത്. മാപ്പ് പറയണം, അതങ്ങനെ തന്നെ ആകണമല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. TG സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.